വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിലെ ബ്ലെസ്സിങ് ടുഡേ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. തുടർച്ചയായി ബ്ലെസ്സിങ് ടുഡേ കാണുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരുപക്ഷെ നിങ്ങളിന്ന് ആദ്യമായിട്ടായിരിക്കും ഈ പ്രോഗ്രാം കാണുന്നത്, എന്നാൽ എല്ലാ ദിവസവും ഇത് കാണുക. മൺഡേ ടു ഫ്രൈഡേ വി ആർ ദേ ഫോർ യു. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ഈ എപ്പിസോഡ് സാധ്യമാക്കി തീർത്തതിൻ്റെ പിന്നിലെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി എല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഓസ്ട്രേലിയയിലെ ബ്രിസ്ബണിൽ നിന്നുള്ള തോമസ് ജോർജിനും സൂസൻ തോമസിനുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി 12th സെപ്റ്റംബറിനായിരുന്നല്ലോ. ഞങ്ങൾ ഒരുമിച്ച് കർത്താവെ ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു, ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിമിഷനും നിഷിക്കും. അവരുടെ വിദ്യാഭ്യാസത്തെ കർത്താവെ അങ്ങ് അനുഗ്രഹിക്കണമേ, ഭാവിയെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അവരുടെ 2 ബിസിനസ്സിലും ഒരു സൂപ്പർ നാച്ചുറൽ ബ്ലെസ്സിങ് ഉണ്ടാകാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. കൊട്ടാരക്കരയിൽ നിന്നുള്ള ജോൺ കെ ഉമ്മനും എബ്രഹാം കെ ഉമ്മനുമായി പ്രാർത്ഥിക്കുന്നു. അവരുടെ സഹോദരിയുടെ മകൾ ആഷ്ലി അജയുടെ ബർത്ത്ഡേ ഇന്നലെ ആയിരുന്നല്ലോ. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹങ്ങളാൽ ഈ മോളെ നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജോണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, യോജിച്ച ഒരു ജീവിത പങ്കാളി അങ്ങ് നൽകണമേ. എബ്രഹാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പൈതലിനെ നൽകി അങ്ങ് അനുഗ്രഹിക്കണമേ. താങ്ക് യു ജീസസ്. കർത്താവെ, അങ്ങയുടെ നാമത്തിൽ ഇവരെല്ലാവരും ചേർത്ത് ഈ സമയത്ത് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഒക്ടോബർ 7 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഒക്ടോബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. ബ്ലെസ്സിംഗ് ടുഡേ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്കായി ഒരുക്കുന്നു ഹോളി സ്പിരിറ്റ് സിനഡ്. ബ്ലെസ്സിംഗ് ടുഡേ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ മീറ്റിംഗുകളിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹത്തിൽ നിന്നും അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ കഴിയുന്ന യേശുവിനോടൊപ്പം തുറക്കപ്പെട്ട സ്വർഗത്തിന് കീഴിൽ 4 ദിവസങ്ങൾ. ഒക്ടോബർ 13, 14, 15, 16 തീയതികളിൽ എറണാകുളം ഹൈക്കോർട്ട് ജംഗ്ഷനിലുള്ള മറൈൻ ഡ്രൈവ് ഗ്രൗണ്ടിൽ വെച്ച് രാവിലെ 9 മുതൽ രാത്രി 9 വരെ നടത്തപ്പെടുന്നു. ബ്രദർ ഡാമിയനോടും സിസ്റ്റർ ക്ഷമ ഡാമിയനോടുമൊപ്പം ലോകപ്രശസ്ത സുവിശേഷകരായ ഡോക്ടർ പോൾ ദിനകരനും സിസ്റ്റർ ഇവാഞ്ചലിൻ പോളും, കൂടാതെ ബ്രദർ റാം ബാബു, അൻകിത് റാം ബാബു എന്നിവർ ശുശ്രൂഷിക്കുന്നു. നെഹമായ ഡാമിയൻ, എമി മറിയം ഡാമിയൻ, 100-ലധികം അംഗങ്ങളുള്ള ബ്ലെസ്സിംഗ് ടുഡേ കൊയർ, ലോകമെമ്പാടുമുള്ള ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകരോടൊപ്പമുള്ള ആരാധന. വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ പകൽ നടക്കുന്ന കോൺഫറൻസുകളിൽ പ്രവേശനം രജിസ്ട്രേഷനിലൂടെ മാത്രം. കൂടാതെ 16-ാം തീയതി സൺഡേ സെലിബ്രേഷൻ ആൻഡ് ഗ്രാൻഡ് ഫിനാലെ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ പേരുകൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യുക. ഓൺലൈൻ രജിസ്ട്രേഷനായി ഇപ്പോൾ തന്നെ സന്ദർശിക്കുക www.blessingtoday.tv. Today I'm going to talk about the gift of God. ഇന്ന് ഞാൻ ദൈവത്തിൻ്റെ സമ്മാനം എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ പോവുകയാണ്. All the scriptures in the Bible are important. They are God breathed. വചനത്തിലെ എല്ലാ ഭാഗങ്ങളും തന്നെ പ്രധാനപ്പെട്ടതാണ്, എല്ലാം ദൈവ ശ്വാസീയമാണ്. But some scriptures when we read, it will project from the pages and it will really touch us. Sometimes it will make us cry, sometimes it will make us excited, joyful, sometimes we will leap up,
getting the message from the scripture. എന്നാൽ ചിലപ്പോൾ നമ്മൾ വചനം വായിക്കുമ്പോൾ ചില വേദഭാഗങ്ങൾ വചനങ്ങൾ അതിൽ നിന്നും എഴുന്നേറ്റ് വന്ന് നമ്മളെ സ്പർശിക്കുന്നതായി അപ്പോൾ നമ്മൾ ചിലപ്പോൾ കരയാൻ തോന്നും, ചിലപ്പോൾ സന്തോഷത്തോടെ ചാടി തുള്ളാൻ തോന്നും. അതുപോലെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇടപെടും. One such scripture for me is James chapter 1 verse number 17. അപ്രകാരമുള്ള എന്നെ സംബന്ധിച്ചുള്ളൊരു വചനമാണ് യാക്കോബിൻ്റെ ലേഖനം 1:17. And it says, every good and perfect gift is from above, coming down from the Father of the heavenly lights, who does not change like shifting shadows. നല്ലതും പൂർണ്ണവുമായ എല്ലാ ദാനങ്ങളും ഉയരത്തിൽ നിന്ന് സ്വർഗീയ പ്രകാശങ്ങളുടെ പിതാവെങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. മാറിക്കൊണ്ടിരിക്കുന്ന നിഴലുകൾക്ക് തുല്യം അവിടുന്ന് മാറിപ്പോകുന്നവനല്ല. For me this is very, very exciting. ഈ ഒരു വചനം എന്നെ സംബന്ധിച്ച് വളരെ എന്നെ ആവേശം കൊള്ളിക്കുന്ന വചനമാണ്. There is a great message and information there. ഇതിൽ വലിയൊരു അറിവും ഒരു സന്ദേശവുമുണ്ട്. It plainly says every good and perfect gift is from above. ഈ വചനം പറയുന്നത് എല്ലാ നല്ലതും തികഞ്ഞതുമായ എല്ലാ സമ്മാനങ്ങളും ഉയരത്തിൽ നിന്ന് വരുന്നു. All good gifts, all perfect gifts are coming from above, not from beneath. എല്ലാ നല്ലതും തികഞ്ഞതുമായ സമ്മാനങ്ങളും ഉയരത്തിൽ നിന്നാണ്, താഴെ നിന്നല്ല വരുന്നത്. That's why Psalm 121 says, I lift up my eyes to the hills. Where shall my help come from? My help comes from the maker of the heavens and the earth. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ 121 നമ്മൾ കാണുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. എല്ലാവരും വിരലിങ്ങനെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറ, എൻ്റെ സഹായം താഴെ നിന്നല്ല ഉയരത്തിൽ നിന്ന് വരുന്നു. എനിക്കുള്ള ദാനങ്ങൾ താഴെ നിന്നല്ല ഉയരത്തിൽ നിന്ന് വരുന്നു. ഇത്രയും കാര്യം എല്ലാവരും സമ്മതിച്ചോ? Agreed? Then why do we worry about the property that should come from the fathers or this person, that person? Why do we worry about that? അങ്ങനെയെങ്കിൽ നമുക്ക് വരേണ്ട സ്വത്തുവകകൾ, ഭൂമി, പിതാവിൽ നിന്ന് കിട്ടേണ്ടത്, ആ വ്യക്തിയിൽ നിന്ന് കിട്ടേണ്ടതിനെ കുറിച്ച് നമ്മൾ എന്തിനാണ് ആകുലപ്പെടുന്നത്? All the gifts are coming from the Heavenly Father. എല്ലാ നല്ല ദാനങ്ങളും സ്വർഗീയ പിതാവിൽ നിന്നാണ് വരുന്നത്. And He is the Father of heavenly lights. മാത്രമല്ല അവൻ സ്വർഗീയ പ്രകാശങ്ങളുടെ ദൈവമാണ്. And He does not change like shifting shadows. മാറിപ്പോകുന്ന നിഴൽ പോലെ അവൻ മാറുന്നില്ല. Sometimes the word of your earthly father will change, but the heavenly Father's word will never change. ഒരുപക്ഷെ നിങ്ങളുടെ ഭൂമിയിലെ പിതാവിന്റെ വാക്ക് അദ്ദേഹം മാറ്റിയേക്കാം, എന്നാൽ സ്വർഗീയ പിതാവ് ഒരിക്കലും വാക്ക് മാറുകയില്ല. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു, അത് ഇഷ്ടപ്പെട്ടില്ല, ഉടനെ അപ്പം പറഞ്ഞു എനിക്കിങ്ങനെ ഒരു മോനില്ല, എനിക്കിങ്ങനെ ഒരു മോളില്ല, ഞാൻ എല്ലാം കൂടെ മറ്റവൻ എഴുതി വെച്ചു കൊടുക്കും. That is your earthly father. But your heavenly Father will never change His word. അത് നിങ്ങളുടെ ഭൂമിയിലെ അപ്പനാണ്, എന്നാൽ സ്വർഗത്തിലെ അപ്പൻ ഒരിക്കലും തന്നെ വാക്ക് മാറ്റുകയില്ല. Every good gift, every perfect gift is coming from above, not from beneath. എല്ലാ നല്ല ദാനങ്ങളും എല്ലാ തികഞ്ഞ ദാനങ്ങളും താഴെ നിന്നല്ല ഉയരത്തിൽ നിന്ന് വരുന്നു. Hallelujah. ഹല്ലേലൂയ. Matthew 7 verse number 7. മത്തായി സുവിശേഷം 7-ാം അധ്യായം. Ask and it shall be given to you. Seek and you will find. Knock and the door will be open to you. ചോദിക്കുവിൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറന്നു കിട്ടും. For everyone who asks receives. The one who seeks finds. And to the one who knocks the door will be opened. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് വാതിൽ തുറക്കപ്പെടുന്നു. And this is known as ask principle. ഇത് ചോദിക്കുക എന്ന തത്വമാണ് അവിടെ കാണുന്നത്. ASK principle. അത് ASK, ആസ്ക് തത്വം എന്നാണ് അറിയപ്പെടുന്നത്.
Ask, seek, knock. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക. Ask, seek, knock. Three things are three expressions of prayer. ചോദിക്കുക, അന്വേഷിക്കുക, മുട്ടുക എന്നത് പ്രാർത്ഥനയുടെ 3 പ്രകടനങ്ങളാണ്. In prayer we ask. പ്രാർത്ഥനയിൽ നമ്മൾ ചോദിക്കുന്നു. In prayer we seek. പ്രാർത്ഥനയിൽ നമ്മൾ അന്വേഷിക്കുന്നു. And in prayer we പ്രാർത്ഥനയിൽ നമ്മൾ മുട്ടുന്നു. Three different expressions of our prayer. നമ്മുടെ പ്രാർത്ഥനയുടെ 3 വ്യത്യസ്തമായ പ്രകടനങ്ങൾ. Jesus already talked about a parable. യേശു അവിടെ ഒരു ഉപമ പറഞ്ഞു. There was a man, he had a friend. ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവനൊരു സുഹൃത്തുണ്ടായിരുന്നു. And the friend had some guests at an unexpected time in the middle of the night. അർദ്ധരാത്രി ഇതാ ഒരു സുഹൃത്തിന് ചില അതിഥികൾ വന്നിരിക്കുന്നു. He remembered that about his friend. അവൻ പെട്ടെന്ന് തന്റെ സുഹൃത്തിനെ കുറിച്ച് ഓർത്തു. I rushed to the door. അവന്റെ വീട്ടുവാതിൽക്കലേക്ക് ഓടി He started knocking at the door. അവൻ വാതിൽക്കൽ ഇങ്ങനെ മുട്ടാൻ തുടങ്ങി. He said, I have a few guests. Would you give me a few bread? എനിക്ക് ചില അതിഥികൾ ആ സമയത്ത് വീട്ടിൽ വന്നിരിക്കുന്നു, അല്പം അപ്പം തരാമോ? First there was no response. അവൻ പറഞ്ഞു ഇല്ല, തരില്ല. He kept on knocking. വീണ്ടും അവൻ മുട്ടിക്കൊണ്ടിരുന്നു. Kept on knocking. വീണ്ടും മുട്ടി. Finally he heard a voice from inside. പെട്ടെന്ന് അവൻ അകത്ത് നിന്നൊരു ശബ്ദം കേട്ടു. He said, I have bread, but the problem is that my children are with me. They are sleeping. If they wake up, it will be a great trouble for me to put them to sleep again. So I can't get up and give you the bread. I have bread. I'm sorry. എൻ്റെ കയ്യിൽ അപ്പമുണ്ട്, പക്ഷേ എനിക്ക് നൽകാൻ കഴിയില്ല. കാരണം സമയം വൈകിക്കഴിഞ്ഞു, എൻ്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉറങ്ങുകയാണ്. അവർ ഉണർന്നാൽ പ്രശ്നമാകും. അപ്പമുണ്ടെങ്കിലും ഞാൻ നൽകുകയില്ല, സോറി. Suddenly the man walked away and went back. പെട്ടെന്ന് അവൻ നിരാശനായി മടങ്ങിപ്പോയി. Amen. ആമേൻ. No, amen. He did not go. അല്ല, അവൻ This മടങ്ങിപ്പോയില്ല. friend didn't go. അവന്റെ ആ സുഹൃത്ത് മടങ്ങിപ്പോയില്ല. Jesus said this friend started knocking the more. ഈ സുഹൃത്ത് വീണ്ടും ആ വാതിലിൽ മുട്ടാൻ തുടങ്ങി. And he knocked and knocked and knocked and knocked. Finally the door opened. അവൻ വാതിലിൽ മുട്ടി ഇതാ വാതിൽ തുറക്കപ്പെട്ടു. And the Bible says he got enough bread. വചനം പറയുന്നു അവൻ ആവശ്യത്തിന് അപ്പം കിട്ടി. Can you imagine in the middle of the night that man is going to his house with a lot of bread? ഓ, നിങ്ങൾക്കൊന്ന് സങ്കല്പിക്കാമോ? അർദ്ധരാത്രിയിൽ ഇതാ കൈ നിറയെ അപ്പവുമായി ഒരുത്തൻ തന്റെ വീട്ടിലേക്ക് മടങ്ങുക. Why? Because he kept on knocking and knocking and knocking. കാരണം എന്താണ്? അവൻ വിട്ടുകൊടുക്കാതെ അവൻ വാതിൽ മുട്ടിക്കൊണ്ടേയിരുന്നു. Jesus was teaching the importance of persistence in prayer. ഇവിടെ യേശു പ്രാർത്ഥനയിലെ സ്ഥിരോത്സാഹത്തെക്കുറിച്ച്, സ്ഥിരതയെക്കുറിച്ച് പറയുകയാണ്. You should knock. നമ്മൾ മുട്ടണം. Not 1, ഒന്ന് മുട്ടുക, 2, 2, 3, 3, 50, 50, 500. 500. I don't know. But until you get, you have to knock. നിങ്ങൾക്ക് കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? മുട്ടിക്കൊണ്ടേയിരിക്കുക. Hallelujah. ഹല്ലേലൂയ. So how many times should you knock like this? എത്ര തവണ ഇതുപോലെ മുട്ടണം? How many times? Until you get the bread. Until you get the answer. Until you get the miracle. Until you get the healing. Until you get the financial breakthrough. നിങ്ങൾക്ക് ആ അപ്പം കിട്ടുന്നതുവരെ, നിങ്ങളുടെ അത്ഭുതം കിട്ടുന്നതുവരെ, നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ സാമ്പത്തിക വിടുതൽ, സൗഖ്യം കിട്ടുന്നതുവരെ മുട്ടിക്കൊണ്ടിരിക്കുക. Hallelujah. ഹല്ലേലൂയ. The man said, I have bread, but ആ വ്യക്തി പറഞ്ഞു എനിക്ക് അപ്പമുണ്ട്, പക്ഷേ there are some reasons why. ചില കാര്യങ്ങളുണ്ട് തരാതിരിക്കാൻ. I'm sorry. സോറി. In the same way, the Heavenly Father has enough blessings with him. അതുപോലെ തന്നെ സ്വർഗീയ പിതാവിന്റെ പക്കൽ ധാരാളം അനുഗ്രഹങ്ങൾ ഉണ്ട്. But he wants us to knock. നമ്മൾ മുട്ടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. That's the way he desires. അതാണ് അവൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. Now, verse number 9. ഒൻപതാമത്തെ വചനം. Which of you, if your son asks for bread, will give him a stone? മകൻ അപ്പം ചോദിച്ചാൽ നിങ്ങളിൽ ആരെങ്കിലും അവന് കല്ല് കൊടുക്കുമോ? Next, verse number 10. Or if he asks a fish, will give him a snake? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? Verse number 11. If you then, though you are evil, know how to give good gifts to your children, how much more will your Father in heaven give good gifts to those who ask him?
നിങ്ങൾ ദോഷികളെങ്കിലും നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയെന്ന് അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് അപേക്ഷിക്കുന്നവർക്ക് നല്ല ദാനങ്ങൾ എത്രയധികം നൽകും. Twice it is written, good gifts, good gifts. ഇവിടെ 2 തവണ എഴുതിയിരിക്കുന്നു നല്ല ദാനങ്ങൾ, നല്ല ദാനങ്ങൾ. You know as parents to give good gifts to your children. ഒരു മാതാവോ പിതാവോ എന്ന നിലയിൽ മക്കൾക്ക് നല്ല ദാനം കൊടുക്കാൻ നിങ്ങൾക്കറിയാം. But the Father in heaven knows much more than that. എന്നാൽ സ്വർഗത്തിലെ പിതാവിന് കൂടുതലായിട്ട് അറിയാം. Hallelujah. ഹല്ലേലൂയ. That means no one can beat our God in giving gifts. അതിന്റെ അർത്ഥം ദാനങ്ങൾ നൽകുന്നതിൽ, സമ്മാനങ്ങൾ നൽകുന്നതിൽ ദൈവത്തെ തോൽപ്പിക്കുവാൻ ആർക്കും പറ്റുകയില്ല. He is the greatest gift giver. അവനാണ് ഏറ്റവും വലിയ സമ്മാനദാതാവ്. And God does not charge anything for that. അതിനുവേണ്ടി ദൈവം ഒരു വിലയും നമ്മോട് ചോദിക്കുന്നില്ല. If you are giving an offering, it will not equal to the price of the gifts that you have already enjoyed. നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്ന നന്മകൾക്ക് പകരമായി നമ്മളൊരു ഓഫറിംഗ് കർത്താവിന് കൊടുത്താൽ അതൊന്നും തുല്യമാവുകയില്ല. That offering is also coming from Him. ആ ഓഫറിംഗും കർത്താവ് നിനക്ക് തന്നതാ. Hallelujah. ഹല്ലേലൂയ. From oxygen to water, all things are coming from God and He does not charge. നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ മുതൽ നമ്മൾ കുടിക്കുന്ന വെള്ളം വരെ എല്ലാ നല്ല ദാനങ്ങളും കർത്താവിൽ നിന്നാണ് വരുന്നത്. കർത്താവ് അതിനൊന്നിനും വില നമ്മളിൽ നിന്ന് ഈടാക്കുന്നില്ല. Hallelujah. ഹല്ലേലൂയ. If you are using municipal water or corporation water, you have to pay the water bill. നിങ്ങൾ മുനിസിപ്പാലിറ്റിയുടെയോ കോർപ്പറേഷൻ്റെയോ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബില്ലടക്കണം. If you have some breathing problem and if oxygen is given to you in a hospital, you have to pay the bill for oxygen. നിങ്ങൾക്ക് ഒരു ശ്വസിക്കാൻ തടസ്സം വരികയും നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് അവർ ഓക്സിജൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾ പൈസ അടക്കണം. But from the moment you were born into this world, you have a lot of intake of oxygen. You have not paid any paisa for that. നിങ്ങൾ ജനിച്ച നിമിഷം മുതൽ നിങ്ങൾ ധാരാളമായി അനുനിമിഷവും നിങ്ങൾ ഇങ്ങനെ ശ്വസിച്ച് അകത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ നിങ്ങൾ അതിന് അടച്ചിട്ടില്ല. Oh, everything is free with your heavenly Father. എന്നാൽ സ്വർഗ്ഗത്തിലെ പിതാവ് സകലവും സൗജന്യമായി അവൻ നൽകിയിരിക്കുകയാണ്. All good gifts, all perfect gifts are coming from above, from the Father of heavenly lights. എല്ലാ നല്ല ദാനങ്ങളും തികഞ്ഞതെല്ലാം നമ്മുടെ സ്വർഗ്ഗത്തിലെ വെളിച്ചങ്ങളുടെ പിതാവായ ദൈവത്തിൽ നിന്ന് വരുന്നു. Hallelujah. ഹല്ലേലൂയ. This is general. ഇത് പൊതുവായ കാര്യമാണ്. Now I'm going to give you 4 categories of special gifts. എന്നാൽ സവിശേഷമായ സമ്മാനങ്ങളുടെ 4 തരങ്ങൾ ഞാൻ നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. Are you ready? നിങ്ങൾ തയ്യാറാണോ? At least 4 categories of gifts of God, specially mentioned in the Bible. ബൈബിളിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞിരിക്കുന്ന ദൈവം നൽകുന്ന സമ്മാനങ്ങളുടെ 4 വിവിധ അല്ലെങ്കിൽ 4 തരത്തിലുള്ള സമ്മാനങ്ങൾ. Number 1, ഒന്ന്, eternal life നിത്യജീവൻ is a gift from God. നിത്യജീവൻ ദൈവത്തിൻ്റെ ഒരു സമ്മാനമാണ്. You cannot purchase it. നിങ്ങൾക്ക് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ല. You cannot buy it from anywhere. നിങ്ങൾക്ക് മറ്റൊരിടത്തു നിന്ന് ഇത് വാങ്ങുവാൻ കഴിയില്ല. It's a gift from God. അത് ദൈവത്തിൽ നിന്നുള്ളൊരു സമ്മാനമാണ്. But before you understand that, you have to know that your life itself is a gift from God. അതിനു മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മളുടെ ജീവൻ തന്നെ ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. Amen. This is a gift from God. ഇത് ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. This is not a gift from our father and mother. നമ്മുടെ അപ്പനും അമ്മയും നൽകിയ ഒരു സമ്മാനമല്ല. God used them for your entry into this world. ഈ ലോകത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിക്കുവാനായി ദൈവം നിങ്ങളുടെ മാതാപിതാക്കൾ ഉപയോഗിച്ചു. But originally, the life that is in you is coming from God. എന്നാൽ യഥാർത്ഥമായി നിങ്ങളുടെ അകത്ത് തുടിക്കുന്ന ജീവൻ അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. In the beginning, God Himself came down and He took some dust from the ground and He shaped the first human body, perfect human body. And after shaping the first Homo sapien, God breathed His life into his nostrils, and the Bible says he became a living soul. ആദിയിൽ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അവൻ നിലത്തെ പൊടികൊണ്ട് വളരെ കൃത്യമായി സൂക്ഷ്മമായി താൻ മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കി. അവൻ തൻ്റെ ജീവശ്വാസം മനുഷ്യന്റെ മൂക്കിലേക്ക് ഊതി. വചനം പറയുന്നു അങ്ങനെ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. That's how the human beings came into existence. അങ്ങനെയാണ് മനുഷ്യർ
ഭൂമിയിൽ So ഉളവായി. originally this life is coming from God. യഥാർത്ഥമായി ഈ ജീവൻ ആരംഭിച്ചിരിക്കുന്ന ദൈവത്തിൽ നിന്നാണ്. Say hallelujah. ഒരു ഹല്ലേലൂയ. ഈ സഹോദരിക്ക് 2015 ഓഗസ്റ്റ് മാസത്തിലാണ് ഈ കുഞ്ഞുണ്ടായത്. ഈ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അതിന് മുൻപ് തന്നെ ഈ സഹോദരിയുടെ ചേച്ചി നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽസൊക്കെ സ്ഥിരം വരുന്ന ഒരു സഹോദരിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ എൻ്റെ പ്രാർത്ഥന ഡയറിയൊക്കെ ഇവരുടെ കയ്യിൽ കൊടുത്തിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടാകാനുള്ള പ്രാർത്ഥന, പ്രസവ സമയത്തുള്ള പ്രാർത്ഥനകളെല്ലാം ഇവർ പ്രാർത്ഥിക്കും. അതുപോലെ ഇവരും സ്ഥിരമായിട്ട് ബ്ലെസ്സിങ് ടുഡേ കാണുമായിരുന്നു. ഇവരെ കൊച്ച് ജനിച്ച ഉടനെ തന്നെ കുഞ്ഞ് പെട്ടെന്ന് ഒന്ന് തുമ്മി. ഈ കുഞ്ഞ് പെട്ടെന്ന് തുമ്മിയത് കൊണ്ട് ഡോക്ടേഴ്സ് വളരെ വേഗത്തിൽ കുഞ്ഞിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി, ICUയിലേക്ക് കൊണ്ടുപോയി. തുമ്മിയത് കൊണ്ട്, പെട്ടെന്ന് അങ്ങനെ തുമ്മിയത് കൊണ്ട് അത് ചെക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടി. എന്തായിരുന്നു കുഴപ്പം? ജലദോഷമായിരുന്നു. ജനിച്ച ഉടൻ തന്നെ കോൾഡും പ്രശ്നങ്ങളും. പാല് കൊടുക്കാൻ കൊണ്ട് തന്നപ്പോൾ പാല് കുടിച്ചോടനെ അങ്ങ് തുമ്മിയായിരുന്നു. അപ്പൊ സിസ്റ്റർ ഒന്ന് എടുത്തിട്ട് പോയി ജലദോഷമാണോ എന്ന് അറിയാൻ വേണ്ടിയാ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടേഴ്സ് പറഞ്ഞു കുഞ്ഞിൻ്റെ ഹാർട്ടിന് ഹോളുണ്ട്. അത് മാത്രമല്ല അതിനുള്ളിൽ ഇങ്ങനെ മസിൽസ് പോലെ ഇങ്ങനെ വളർന്നു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കുറച്ച് ക്രിട്ടിക്കൽ കണ്ടീഷനാണ്. അപ്പോൾ ഇവർ പോയ ആ ഹോസ്പിറ്റലിനേക്കാളും തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങൾ വളരെ എമർജൻസി ആയിട്ട് ചെയ്യണമെന്ന് ഇവരോട് പറഞ്ഞിരുന്നു. ഇവർ പറഞ്ഞത് ഈ സഹോദരിയുടെ ചേച്ചി ഉടനെ തന്നെ നമ്മുടെ പ്രെയർ കോൾ സെൻ്ററിലേക്ക് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. അവിടെയുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഡോക്ടേഴ്സ് പറയുന്നത് പിറ്റേ ദിവസം വന്ന സമയത്ത് പറഞ്ഞു, പിറ്റേ ദിവസം രാവിലെ ഇവർ വിളിച്ചിട്ട് പറഞ്ഞു ഓപ്പറേഷൻ വേണ്ട, കുഞ്ഞിന് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ കുട്ടികൾക്കുണ്ടാകുന്ന സുഷിരത്തിൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ ആ മസിൽസ് പോലെയുള്ള യാതൊന്നും കാണുന്നില്ല, അത് യാതൊരു പ്രശ്നവുമില്ല, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ കർത്താവ് അത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രാർത്ഥനയിലൂടെ ചെയ്തു. കൈകളടിച്ച് യേശുവിന് നന്ദി പറയാം. ഈ സമയത്ത് ഹാർട്ടിന് ഹോളുണ്ട്, സർജറി വേണം എന്ന് പറഞ്ഞിട്ടുള്ള ഒത്തിരി കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുക. കൈകൾ ഉയർത്തിപ്പിടിക്കാം. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ പ്രയാസങ്ങളായിരിക്കുന്ന, ഇത്രാമത്തെ വയസ്സിൽ സർജറി വേണം, ഉടൻ തന്നെ സർജറി വേണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹാർട്ടിന് സുഷിരങ്ങളുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് അവർക്കും കൊടുക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോഴിക്കോട് ഒക്ടോബർ 7 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. നളന്ദ ഓഡിറ്റോറിയം, അരവിന്ദ് ഘോഷ് റോഡ്, കോഴിക്കോട്. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കുന്നംകുളം ഒക്ടോബർ 8 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ലോട്ടസ് പാലസ്, വടക്കാഞ്ചേരി റോഡ്, കുന്നംകുളം. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ എല്ലാവരെയും അങ്ങ് ഇന്ന് തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് രോഗികളെ അങ്ങ് സ്പർശിക്കണമേ. തുടർച്ചയായി അപസ്മാര രോഗത്തിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന, ട്രീറ്റ്മെൻറ്റിലായിരിക്കുന്ന ചിലരെ കർത്താവ് അത്ഭുതകരമായി ഇന്ന് സൗഖ്യമാക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ. അതോടൊപ്പം മാനസിക രോഗത്തിന് ചികിത്സയിലായിരിക്കുന്ന പലരെയും കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില സംഭവങ്ങളിൽ പെട്ടെന്ന് മാനസിക നില തെറ്റി, അതിന് മുമ്പ് നിങ്ങൾക്ക് കുഴപ്പമില്ലായിരുന്നു, അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ് ഇപ്പോൾ അത്ഭുതകരമായി സൗഖ്യമാക്കുന്നു യേശു കർത്താവിൻ്റെ നാമത്തിൽ. അത് സംഭവിക്കട്ടെ. ഒരു പ്രോപ്പർട്ടി കയ്യിൽ നിന്ന് നഷ്ടമായി പോയതിൽ വലിയ ഭാരത്തോടെ ആയിരിക്കുന്ന ചിലരെ കർത്താവ് കാണും. കർത്താവെ, നഷ്ടപ്പെട്ടത് അങ്ങ് മടക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ ഒരു എക്സാം കൂടെ എഴുതിയാൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊമോഷൻ കിട്ടും. പക്ഷേ ഇതുവരെ അത് എഴുതി പാസ്സാകാൻ സാധിക്കുന്നില്ല. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കായി പ്രാർത്ഥിക്കുന്നു. ആ എക്സാം എത്രയും വേഗം എഴുതാനുള്ള കൃപ കൊടുക്കണമേ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ. കരൾ രോഗം ബാധിച്ച വ്യക്തികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ ഇൻ ജീസസ് നെയിം, സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. അതുപോലെ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലം, കുടലിൻ്റെ അകത്തുള്ള ചില രോഗങ്ങൾ കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യൂട്രസിനകത്തുള്ള ഫൈബ്രോയിഡുകൾ മാറിപ്പോകട്ടെ ഇൻ ജീസസ് നെയിം. ഹാർട്ട് ശരിയായ രീതിയിൽ മിടിക്കാത്ത, അതിൻ്റെ പൾസ് റേറ്റ് കുറവുള്ള ചില വ്യക്തികളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു ഇൻ ജീസസ് നെയിം. ക്യാൻസർ സൗഖ്യമാകട്ടെ
താങ്ക് യു ഫാദർ. അതുപോലെ മൂക്കിൻ്റെ അകത്ത് അതിൽ നിന്ന് ബ്ലഡൊക്കെ വരികയും എന്തൊക്കെയോ പ്രോബ്ലമുള്ള ചില വ്യക്തികൾ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ അവരും സൗഖ്യമാകട്ടെ. താങ്ക് യു ഫാദർ. TB ക്ഷയരോഗം സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായി മക്കളെ കൊടുത്ത് അവരെ അനുഗ്രഹിക്കണമേ. ഇനി നിങ്ങളുടെ ഏത് ആവശ്യമാണെങ്കിലും അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിപ്പിടിച്ച് എന്താണോ ആവശ്യം അത് യേശുവിനോട് പറയുക. ഞാൻ നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കും. കർത്താവെ, ഏതാവശ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിൽ അങ്ങ് മനസ്സലിഞ്ഞ് അത്ഭുതകരമായി വിടുതലുകൾ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ആഴ്ചയിൽ കോഴിക്കോടും കുന്നംകുളത്തും നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നു. തീർച്ചയായും വരണം. മാത്രമല്ല നമ്മുടെ പുതിയ ആ പുസ്തകം ദ ഫേവർ ഓഫ് ഗോഡ്, ദൈവപ്രസാദം എന്നുള്ള പുസ്തകം, അതിൻ്റെ കോപ്പികൾ ആവശ്യമുള്ളവർക്ക് സ്ക്രീൻ നമ്പറിൽ വിളിക്കാം. ഇതിനു മുമ്പ് പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ ആവശ്യമുള്ളവർക്ക് വിളിക്കാം. ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിൽ വരുമ്പോൾ നിങ്ങൾക്കത് കരസ്ഥമാക്കാം. തപാൽ മാർഗം നിങ്ങൾക്കത് ലഭിക്കും. ഓൺലൈനായി നിങ്ങൾക്കത് കരസ്ഥമാക്കാൻ കഴിയും. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇന്ന് തന്നെ പറയുക. സീ ടുമോറോ. ബൈ.